Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. I am a flight attendant and I travel the world to make a living എന്ന് ഞാൻ ഇനിയും പറയത്തില്ല കാരണം you'll see. So before I jump into the video, I thought കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ആദ്യം ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ, ഞാനിപ്പം ദുബായിലല്ല, ഐ എം ഹിയർ ഇൻ ദ US. ഞാനിവിടെ US-ലെത്തിയിട്ട് കുറച്ച് ദിവസമായി. എന്ന് പറഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ദിവസമായി. പക്ഷേ ഇറ്റ് ടുക്ക് മീ സോ മച്ച് ടൈം ടു എഡിറ്റ് ദിസ് വീഡിയോ. ദാറ്റ് ഇസ് ബിക്കോസ് ഐ വാസ് നോട്ട് മെന്റലി പ്രിപ്പയർഡ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് US-ലേക്ക് വരേണ്ട എൻ്റെ വീസ കുറച്ച് പ്രശ്നങ്ങളായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നൗ എവറിത്തിങ് ഇസ് സോർട്ടഡ്. ഐ എം ഹിയർ ഇൻ ദ US, ഫുള്ളി സെറ്റിൽഡ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കോച്ചിങ് സെഷനെ കുറിച്ച് ഇടാൻ നേരത്ത് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മിക്സ്ഡ് റിയാക്ഷൻസ്. ഞാൻ ദുബായിൽ ഒരു മാർക്കറ്റ് റീസെർച്ച് ചെയ്തിട്ടാണ് ആ ഒരു പ്രൈസ് ഞാൻ എടുത്തത്. പക്ഷേ ഐ ഗെറ്റ് ഇറ്റ് ഫോർ സം പീപ്പിൾ ഇറ്റ് മൈറ്റ് ബി ഓൺ ദി ഹയർ എൻഡ്. പക്ഷേ I've taken നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ആൻഡ് ഐ ഹാവ് റെഡ്യൂസ് ദ പ്രൈസ്. നൗ ഐ റിയലി ഹോപ്പ് ഇറ്റ് ഈസ് അഫോർഡബിൾ ടു ലൈക്ക് അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് യു ഗൈസ് ഔട്ട് ദെയർ. പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരാൾ കോമൻറ്റ് അടിച്ചൊരു കാര്യമാണ്, എനിക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കിട്ടും, അപ്പോൾ പിന്നെ ഞാൻ എന്തിനും ഇങ്ങനത്തെ ഒരു സെഷൻ ബുക്ക് ചെയ്യണമെന്നൊക്കെ. അങ്ങനത്തെ ആൾക്കാരോട് ഞാനത് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഗോ ഓൺലൈൻ, ഗെറ്റ് ആസ് മച്ച് ഇൻഫർമേഷൻ ആസ് പോസിബിൾ ആൻഡ് ലെറ്റ് മീ മേക്ക് യു സ്റ്റാൻഡ് ഔട്ട്. ലെറ്റ് മീ ഗിവ് യു ഒരു എഡ്ജ് ഹൗ ടു സ്റ്റാൻഡ് ഔട്ട് ഡ്യൂറിങ് യുവർ ഇൻ്റർവ്യൂ പ്രോസസ്. For example, Emirates has a set of rules and regulations for every country that they go to recruit in. പക്ഷെ അതൊക്കെ എനിക്ക് പറയണമെങ്കിൽ യു വിൽ ഹാവ് ടു ബുക്ക് എ സെഷൻ വിത്ത് മീ. കാരണം എനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാൻ അലൗഡ് അല്ല. മാത്രമല്ല ചില നാഷണാലിറ്റീസിന് എസ്പെഷ്യലി ഇന്ത്യൻസിന് നാട്ടിൽ ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് പോവുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു ബുക്ക് എ സെഷൻ വിത്ത് മീ ബിഫോർ യു ഗോ ഫോർ ഇറ്റ്. കാരണം സം തിങ്സ് വിൽ ബ്ലോ യുവർ മൈൻഡ്. സോ book a session with me and I will make sure that it is worth your time. എനിക്ക് ജോയിൻ ചെയ്യാൻ നേരത്ത് കിട്ടിയ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് എൻ്റെ ഈ വലിയ സൂട്ട് കേസ്, പിന്നെ എൻ്റെ ഒരു ചെറിയ ക്യാബിൻ ബാഗ്, പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഞങ്ങളുടെ യൂണിഫോം ഐറ്റംസിൽ കുറേ സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് 5 ഷർട്ട്സ്, പിന്നെ ഞങ്ങൾക്ക് 4 സ്കേർട്ട്സ്, പിന്നെ 3 വേസ്റ്റ് കോട്ട്, പിന്നെ വിൻ്റർ കോട്ട്, പിന്നെ വിൻ്റർ കോട്ടിൻ്റെ ഉള്ളിലെ ആ ജാക്കറ്റ്, പിന്നെ പജാമ, ബെൽറ്റ്, ഷൂസ്, അവൻ ഗ്ലവ്സ്, ഫേമസ് റെഡ് ഹാറ്റ്, പിന്നെ റെഡ് ഹാറ്റിൻ്റെ സ്കാർഫ്, പിന്നെ ഞങ്ങളുടെ റെഡ് ബാഗും. ഇത്രയുമാണ് ഞങ്ങളുടെ മെയിൻ യൂണിഫോം ഐറ്റംസ് വരുന്നത്. ഇതെല്ലാം തിരിച്ചു കൊടുക്കണം, ഒരെണ്ണം പോലും മിസ് ചെയ്യാൻ പാടില്ല. മിസ് ചെയ്താൽ അപ്പർ സാലറി ഡിഡക്ഷൻ ആണ്. എൻ്റെ കയ്യിൽ നിന്നൊന്നും അങ്ങനെ പൊതുവെ ഒന്നും കളഞ്ഞു പോകാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നതെല്ലാം ഞാനിപ്പോൾ ഈ 2 പെട്ടിയിലാക്കിയിട്ടുണ്ട്. I don't know what I feel. Maybe you know what, I'll talk about it once I give everything. കാരണം ഇപ്പോൾ എൻ്റെ തലയിൽ കുറച്ച് ടെൻഷനും കുറച്ച് സങ്കടമൊക്കെയാണ്. Not that I'm too sad, പക്ഷെ obviously I'm a little sad. But yeah, എവിടെയെങ്കിലും ഒരിടത്ത് എനിക്ക് ഒതുക്കാൻ പറ്റുമെങ്കിൽ ഞാനെല്ലാം കഴിഞ്ഞിട്ട് I'll talk about it. ദുബായിൽ താമസിക്കുന്ന മിക്കവർക്കും ഈ ഒരു ബിൽഡിംഗ് അറിയാം, കാരണം ഇതൊരു എയർപ്ലെയിൻ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എൻ്റെ മിക്ക വ്യൂവേഴ്സും നാട്ടിലെ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഇതെല്ലാം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ട്രെയിനിങ് കോളേജ്. ഇവിടാണ് ഞങ്ങൾ എപ്പോഴും വരാറ്. ഞങ്ങളുടെ എക്സാം എല്ലാം ഇവിടാണ് എഴുതുക. മാത്രമല്ല നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞെല്ലാം സെലക്ട് ആയി കഴിയുമ്പോൾ നമ്മളോട് ആദ്യം ഇങ്ങോട്ടേക്കാണ് വരാൻ പറയുക. ഇവിടെ ഞാൻ കുറേ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ 11th ഫ്ലോറിലെ പാർക്കിംഗ് അലൗഡ് ഉള്ളൂ. അതാണ് വിസിറ്റർ പാർക്കിംഗ്. ബാക്കി സ്ഥലത്തും ഈ കാണുന്ന വണ്ടികളെല്ലാം മിക്കതും മാനേജേഴ്സിൻ്റെ ആണ്. പക്ഷെ ബാക്കി ഞങ്ങൾ ക്യാബിൻ ക്രൂവിൻ്റെ തന്നെയാണ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്ലൈ ചെയ്യണ്ട എങ്കിൽ 1 വർഷം നമ്മൾ കമ്പനിയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ട്രെയിനിങ് കോളേജിൽ വന്ന് ടീച്ചർ ആവാൻ പറ്റും. ഒബ്വിയസ്ലി എല്ലാവർക്കും ടീച്ചേഴ്സ് ആവാൻ പറ്റത്തില്ല. കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യുക എങ്കിൽ നമുക്കൊരു ഹയർ ചാൻസ് കിട്ടും ഇവിടെ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ട്രെയിനിങ് കോളേജ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലം അല്ല. കാരണം എനിക്ക് എപ്പോൾ ഇവിടെ വന്നാലും എക്സാംസ് ആയിട്ടാണ് ഞാൻ റിലേറ്റ് ചെയ്യുക. അത് ഞാൻ മാത്രമല്ല, മിക്ക ക്രൂവും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഇവിടെ വന്നാലും എൻ്റെ നെഞ്ചിടിക്കും. എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ യൂണിഫോം സ്റ്റോറിലേക്കാണ്. ഈ ട്രെയിനിങ് കോളേജിൽ തന്നെയാണ് ഞങ്ങളുടെ യൂണിഫോം സ്റ്റോറും വരുന്നത്. ഞാൻ നേരത്തെ പാക്ക് ചെയ്തതെല്ലാം ഇവിടെ കൊടുക്കണം, ഇൻക്ലൂഡിങ് മൈ യൂണിഫോം, പിന്നെ എൻ്റെ പെട്ടി എല്ലാം. ടോക്കൺ എടുത്ത് നിൽക്കണം, കാരണം ഇവിടാണ് എല്ലാവരും വരിക യൂണിഫോം കളക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ബിസിയാണ് എപ്പോഴും. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. കയ്യിലൊന്നുമില്ല, എല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ലൈസൻസുകളും, പിന്നെ എൻ്റെ ID കാർഡും, പിന്നെ എൻ്റെ ഡിവൈസും. ഞങ്ങൾക്ക് എമിറേറ്റ്സിൽ നിന്ന് ഒരു iPhone കിട്ടും. സോ അതും റിട്ടേൺ ചെയ്യണം. എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്, ഇൻ കേസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചാർജറോ അല്ലെങ്കിൽ ഫോൺ കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം സാലറി ഡിഡക്ഷൻ. സോ ഇനി ഞാൻ അതിന് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോവാം.
ഇതാണ് ഞങ്ങളുടെ എമിറേറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ട് ഇങ്ങോട്ടേക്കാണ് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വരാൻ പറയുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് എല്ലാം ഇവിടെ നിന്നാണ്. ഞങ്ങൾ എപ്പോഴും HQ വന്നിട്ടാണ് ഫ്ലൈറ്റിന് പോവുക. ഡയറക്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്കല്ല പോവുക. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. കയ്യിലൊന്നുമില്ല, എല്ലാം കൊടുത്തു. Feeling a little sad, not gonna lie. And that's a wrap. അവിടുത്തെ എല്ലാം കൊടുത്തു കഴിയുന്ന നേരത്തെ ഉള്ളിലൊരു സങ്കടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ അടുത്തത് പോയത് കാറിനൊന്ന് പിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണോ എന്ന്. ഒരു പ്രശ്നവുമില്ല. ജസ്റ്റ് ദാറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് യു കാൺ റിയലി വെയർ ദാറ്റ് ഡ്യൂറിങ് യുവർ വർക്ക് ടൈം. ബാക്കി സമയങ്ങളിൽ ഇടാം, പക്ഷെ ഫ്ലൈറ്റിന് പോകുന്ന സമയത്ത് യു ജസ്റ്റ് ഹാവ് ടു റിമൂവ് ഇറ്റ്. ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. റിലാക്സ് പ്ലീസ്. എടുത്തോ. ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇപ്പൊ കുറച്ചും കൂടി വേദന പിടിക്കാം ഇല്ലേ? യെസ്, ചെക്ക്. അങ്ങനെ ഞാൻ എന്താ അതും ചെയ്തു. അന്ന് തുടങ്ങിയ വേദനയാണ്, ഇന്ന് വരെ ആ വേദന പോയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടു കാണും. ഞാൻ ആദ്യം എൻ്റെ ട്രെയിനിങ് കോളേജിൽ പോയി. കാരണം അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് യൂണിഫോമും ബെൽറ്റും എല്ലാം കിട്ടിയിരുന്നത്. നമ്മൾ റിസൈൻ ചെയ്യാൻ നേരത്തെ വിൽ ഹാവ് ടു ഗിവ് എവ്രിതിങ് ബാക്ക്. ലൈക്ക് ലിറ്ററലി അവർ തന്നെ എല്ലാം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സാധനത്തിന് വരെ സാലറി ഡിഡക്ഷനാണ്. സോ ഞാൻ ആദ്യം ട്രെയിനിങ് കോളേജിൽ പോയി, ഞാൻ അതെല്ലാം കൊടുത്തു. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഡിവൈസ് ഉണ്ടായിരുന്നു, ആ ഡിവൈസ് കൊടുക്കണമായിരുന്നു, അതും കൊടുത്തു. അങ്ങനെ എമിറേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം തീർന്നു. ആൻഡ് ഇന്നിപ്പോൾ ദാ എനിക്കൊരു മെയിൽ വന്നു ദാറ്റ് ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് മൈ വിസ ക്യാൻസലേഷൻ. സോ ഐ തിങ്ക് എൻ്റെ ഈ ചാപ്റ്ററും കഴിഞ്ഞു. അടുത്ത എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്ററിലേക്ക് ഞാൻ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ഐ ആം മൂവിങ് ടു ദി US സൗരവിൻ്റെ കൂടെ. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇപ്പം ഐ എം പ്രിറ്റി ഷുവർ ഞാനിത് ഇടാൻ നേരത്തെ എല്ലാവരും എന്നോട് ചോദിക്കും ലൈക്ക് ഹേ എന്തിനാ റിസൈൻ ചെയ്തേ, ലൈക്ക് കുറച്ച് നാളും കൂടി ഇത് കണ്ടിന്യൂ ചെയ്തുകൂടായിരുന്നോ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട്. സത്യത്തിൽ എൻ്റെ ഫാമിലിയും ഇത് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചു, എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായി, ലൈക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞ് യു ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് ഒരു ന്യൂ ലൈഫ്, ഒരു പുതിയൊരു ബോണ്ട് അവിടെ ഉണ്ടാവുകയാണെന്ന്. ഞാനിത് പറഞ്ഞ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടെ എന്തോ സംതിങ് ഇൻ മീ ജസ്റ്റ് ചേഞ്ച്ഡ്. ലൈക്ക് എനിക്ക് തന്നെ അറിയത്തില്ല അതെങ്ങനെ പറഞ്ഞു തരണ്ടേന്ന്. ഇറ്റ് ജസ്റ്റ് ചേഞ്ച്ഡ്. ആൻഡ് അത് മാത്രമല്ല, ഐ ഹവ് സീൻ സോ മെനി പീപ്പിൾ ഡൂയിങ് ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, ലൈക്ക് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നോട്ട് ദാറ്റ് ഐ എം അഗൈൻസ്റ്റ് ഇറ്റ്, പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ലൈക്ക് രണ്ടുപേരും ഭയങ്കര കരിയർ ഓറിയൻറ്റഡ് ആണ്, എല്ലാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ബോൾഡ് ഡെസിഷൻ ഉണ്ട്. ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷെ ഫോർ മീ, എനിക്കൊരു കല്യാണം കഴിക്കാൻ നേരത്തെ ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി വിത്ത് ഹിം. അതിപ്പം സൗരവ് ദുബായിലായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഐ വുഡ് ഹാവ് കണ്ടിന്യൂഡ് മൈ ജോബ്. പക്ഷെ ഇത് US-ലായതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ ഹാർഡ്. ഇറ്റ്സ് ഒരു 12 to 13 hours ടൈം ഡിഫറൻസ് ആണ് ഞങ്ങൾ രണ്ടും തമ്മിലുള്ളത്. എനിക്കൊരു ഓഫ് ഡേ ഉണ്ട്, ഞാൻ ദുബായിലിരിക്കാന്ന് വെച്ചാൽ ഞാൻ എണീക്കാൻ നേരത്താണ് സൗരവ് ഉറങ്ങുന്നത്. സൗരവ് ഉറങ്ങുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. സോ വി ഡോണ്ട് റിയലി ഗെറ്റ് അത്രയും സമയം ടു ടോക്ക് ടു ഈച്ച് അതർ. അല്ലെങ്കിൽ പിന്നെ സൗരവ് എണീറ്റിരിക്കണം. എനിക്ക് എന്താണെന്നറിയത്തില്ല, ക്രൂ ആയതുകൊണ്ടായിരിക്കാം ഉറക്കത്തിൻ്റെ കാര്യം. ലൈക്ക് നൈറ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഹാർഡ് ടു സ്റ്റേ അവേക്ക്. ആൻഡ് എൻ്റെ സ്ലീപ്പ് എപ്പോഴും എന്തൊക്കെയോ ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് നേരം സൗരവ് ഇപ്പം എണീറ്റിരുന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ ഉറങ്ങിപ്പോവും. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഐ ഓൾവേസ് വാണ്ടഡ് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരു ബോണ്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ.
സോ ആ ബോണ്ട് എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ലൈക്ക് ഐ വോണ്ട് ടു പ്രയോറിറ്റൈസ് മൈ ഫാമിലി ലൈഫ്. കാരണം ജോലിയും അതും ഇതും പൈസയൊക്കെ പിന്നാണേലും വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല US ചെന്നിട്ട് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ എമിറേറ്റ്സിൽ വർക്ക് ചെയ്തത് കൊണ്ട് ഐ ഗെയിൻഡ് എ ലോട്ട്. ഐ കാൺ ഈവൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഞാനിപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് കറങ്ങി നടന്ന് സന്തോഷത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എൻ്റെ എമിറേറ്റ്സിൻ്റെ ജോലിയായിരുന്നു. കാരണം ഐ വാസ് ഇൻഡിപെൻഡൻറ്റ്. നേരത്തെ അല്ലാന്നല്ല, പക്ഷെ എമിറേറ്റ്സിൽ കയറിയപ്പം ശമ്പളം കൂടി, തിങ്സ് വർ നൈസ്. ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഉറക്കം ശരിയാവുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ എനിക്ക് എമിറേറ്റ്സിൽ ജോലി കിട്ടിയതിന് ശേഷം ലൈക്ക് സോ മെനി തിങ്സ് ചേഞ്ച്ഡ്. എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റി. ആ സേവ് ചെയ്തതിൻ്റെ കുറച്ച് ഉപയോഗിച്ചാണ് ഞാൻ കല്യാണത്തിൻ്റെ എല്ലാം സ്പെൻഡ് ചെയ്തത്. അച്ഛനെ കൊണ്ട് മൊത്തം ചിലവാക്കിപ്പിക്കാണ്ട് ഞാൻ മാക്സിമം സ്പെൻഡ് ചെയ്തു. പിന്നെ ഐ ഡോണ്ട് നോ, ലൈക്ക് എനിക്ക് യൂട്യൂബ് അക്കൗണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റി. എമിറേറ്റ്സ് റിലേറ്റഡ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു വേഗം എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കിട്ടിയത്. കാരണം എല്ലാ കുഞ്ഞു കുട്ടികളുടെയും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ എന്നെക്കാളും താഴ്ന്ന പ്രായത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും മനസ്സിൽ കൂടെ പോകുന്നൊരു കാര്യമാണ് ക്യാബിൻ ക്രൂ ആവണമെന്ന്. സോ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് യൂട്യൂബിൽ കുറച്ച് വ്യൂസായി, ഇൻസ്റ്റഗ്രാമിലായി. മാത്രമല്ല ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയതും കൊണ്ടാണ് തോന്നുന്നു എനിക്കെല്ലാം കിട്ടിയത്. ഇപ്പം എനിക്ക് ഐ ഫീൽ ലൈക്ക് യൂട്യൂബിൽ എനിക്കൊരു ബേസ് ഉണ്ട്. ഇനിയിപ്പം ഐ ഡോണ്ട് നോ കോണ്ടന്റ്. അത് മാത്രമല്ല യൂട്യൂബിൽ ഇങ്ങനെ ആയതുകൊണ്ടും ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ കുറച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഐ എം ഗെറ്റിംഗ് ബ്രാൻഡ് ഡീൽസ്. അതിൽ നിന്ന് അങ്ങ് ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട്. സോ ഐ എം ഓണസ്റ്റ്ലി സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അറ്റ്ലീസ്റ്റ് എനിക്ക് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്രൂ ആയിട്ട് എന്താ സംഭവം എന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. സോ അത് കിട്ടി. ആൻഡ് നൗ ഐ എം സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ ചാപ്റ്റർ. ഐ എം സോ എക്സൈറ്റഡ്. എനിക്കറിയത്തില്ല ഞാനിത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം എനിക്ക് കുറേ പോസ്റ്റ് ചെയ്യാൻ കിടക്കുക. എനിക്കറിയാം ഞാൻ കുറേ ആയിട്ട് ഓൺലൈനില്ലായിരുന്നു. കുറേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ക്രൂ റിലേറ്റഡ് അല്ലെങ്കിൽ എൻ്റെ ക്യാബിൻ ക്രൂ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഉണ്ട്. സോ അതെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് when I'm ready I think I'll post this as well. So yeah, ഇതാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്. ആക്ച്വലി റെസിഗ്നേഷൻ എല്ലാം കൊടുത്ത് ഇന്നെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുന്ന നേരത്തെ I was a little sad. So I was a little sad. So I was like എൻ്റെ ഈ സങ്കടം എനിക്കൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ കാതി പിന്നെയും കുത്തി. എനിക്ക് കുറേ ആയിട്ട് കാത് കുത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കാത് കുത്തിയത്. 2 സൈഡിലും ഉണ്ട്. കാരണം നമുക്കൊരു പെയിൻ വരാൻ നേരത്ത് യു നീഡ് സംതിങ് ടു ഡിസ്ട്രാക്ട് യുവർ സെൽഫ്, റൈറ്റ്? അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സങ്കടം ഉണ്ടെന്നാൽ പിന്നെ ഒരെണ്ണം അടിച്ച് ആ കാതിൻ്റെ വേദനയായിട്ട് കുറച്ച് ദിവസം നടക്കാം. മേ ബി ദാറ്റ് ഈസ് മൈ വേ ഓഫ് ഡീലിംഗ് വിത്ത് സാഡ്നെസ്. പക്ഷെ I'm not ഒത്തിരി സാഡ്. ഓക്കെ, ഐ നോ സർട്ടൻ പീപ്പിൾ ലൈക്ക് കമ്പനി വിടാൻ നേരത്ത് കരയുകയും അത് ഇതൊക്കെ ചെയ്യുന്നത്. For me, I don't really get emotional അല്ലെങ്കിൽ I don't really get attached to companies. Like ഒരു കമ്പനി പോയാൽ അടുത്തത്. ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു കമ്പനിയിൽ 2-2.5 വർഷമൊക്കെ നിന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനെ നിന്നിട്ടുള്ളൂ. ആൻഡ് I've never planned to stay in a company for more than 5 years. കാരണം ഒരു കമ്പനിയിൽ more than 5 years നമ്മൾ നിൽക്കുകയാണെങ്കിൽ I don't know, I just feel like you're not learning anything new there. അങ്ങനത്തെ ഉള്ളൊരു തോന്നലുള്ള കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ യു നെവർ നോ, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് അല്ലേ. പക്ഷെ ദിസ് ഇസ് ഹൗ ഐ തിങ്ക്. ഐ നെവർ ഗെറ്റ് അറ്റാച്ച് ടു എനി കമ്പനീസ്. ഒരിടത്ത് നിൽക്കുക, പഠിക്കാനുള്ളത് പഠിക്കുക, പുതിയ ജോബ്സും പുതിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ പഠിക്കുക പാസ് ലൈക്ക് അത് പഠിക്കുക, എന്നിട്ട് മൂവ് ഓൺ ചെയ്യുക, അടുത്ത കമ്പനിയിൽ പോവുക, അടുത്തത് പഠിക്കുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്ന ലൈഫ് സ്റ്റെപ്പ്, ലൈക്ക് ആ ഒരു പടി കയറി പോകുന്നതെന്ന്. സോ യാ,
that's pretty much for this video, guys. And ഇനി അടുത്ത വീഡിയോയിൽ most probably you'll see me in the US with Sauru. If you guys made it this far, thank you so much for watching. ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ടായി വ്ളോഗിംഗ് ഒന്നും നിർത്തില്ലെന്ന്. ഐ എം നോട്ട് പ്ലാനിങ് ടു സ്റ്റോപ്പ്. ഇനി തൊട്ട് ഞാനൊരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ജേർണിയിലേക്ക് കയറാൻ പോവാണ്. ആൻഡ് ഐ വിൽ കീപ് യു ഗൈസ് പോസ്റ്റഡ്. ബൈ ദ വേ, ഇതാണ് എൻ്റെ വീട്. മേ ബി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ ഡു ഒരു ഹൗസ് ടൂർ. നിങ്ങൾക്ക് കാണാൻ ഞാൻ എവിടെ താമസിക്കുന്നത്, എങ്ങനെയാണ് വീട് സെറ്റ് ചെയ്തേക്കുന്നതെന്നൊക്കെ. So that's pretty much it, guys. I'll see you on my next video. Bye.